ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണിനും കല്യാണിക്കൊക്കെ വേണ്ടിയിട്ട് കേക്കൊക്കെ വെച്ചിട്ടുണ്ട്, കല്യാണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഈ കേക്ക് ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്യില്ല, കിരണേട്ടനും കൂടെ വേണമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രസേന പറയുന്നുണ്ട്, ഹലോ, ഇന്ന് അംഗീകാരം കിട്ടിയിരിക്കുന്നത് ആർക്കാ? മോക്കല്ലേ? കിരണും പറയാണ്, നിനക്കല്ലേ കിട്ടിയിരിക്കുന്നത്, നീ കട്ട് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കല്യാണി പറയുന്നുണ്ട്, എന്താ അച്ഛാ പറയുന്നത്? അംഗീകാരം കിട്ടിയിരിക്കുന്ന എനിക്കാണെങ്കിലും അതിന് അർഹതയുള്ളത് കിരണേട്ടനല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് കട്ട് ചെയ്യേണ്ടത് കിരണേട്ടൻ തന്നെയാണ്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരുമിച്ച് മുറിക്കാം. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുറിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഷാരി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരി ഇതൊക്കെ മുകളിൽ നിന്നിട്ട് സരയുവിനെ ഫോൺ വിളിച്ചതിന് ശേഷം വന്ന് കാണുകയാണ്. ഷാരിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇവരറിയാതെ ഇവർ പരസ്പരം സന്തോഷത്തോടു കൂടി കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കിരണും കല്യാണിയും കൂടെ അമ്മക്കും അച്ഛനും അതുപോലെ യാമിനിക്ക് അടക്കം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവരും അതുപോലെ തന്നെ തിരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം യാമിനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇനി പായസം എടുക്കട്ടെ? അപ്പോൾ തന്നെ സേനം പറയുന്നുണ്ട്, അയ്യോ വേണ്ട വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട, പായസം കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. അല്ല, കേക്ക് മുറിച്ചപ്പോൾ ഒരുത്തിയെ കാണുന്നില്ലല്ലോ, അവളെവിടെ? യാമിനി സംശയത്തോട് ചോദിക്കുമ്പോഴേ എല്ലാവരും ഓർത്തത് ഷാരി കൂടെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. എല്ലാവരും ചുറ്റിലും നോക്കുകയാണ് ഷാരിയെ കാണാഞ്ഞപ്പോൾ. അപ്പോൾ യാമിനി തന്നെയാണ് കാണുന്നത്, സ്റ്റെപ്പിനിടയിൽ അവിടെ ഷാരി നിൽക്കുന്നത്. ഷാരി ഇവരെ കണ്ടപ്പോൾ ഒന്ന് മറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ യാമിനി ശബ്ദം ഉയർത്തി ചോദിക്കുന്നുണ്ട്, ആഹാ, അപ്പോൾ ഇവിടെ മറഞ്ഞു നിൽക്കുകയാണോ? അതെല്ലാവരും കാണുന്നുണ്ട്. കിരണൊക്കെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് ഷാരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഷാരി പറയുന്നുണ്ട്, ഞാൻ മറഞ്ഞു നിന്ന് നോക്കുകയൊന്നുമല്ലായിരുന്നു, ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പോൾ സേനം പറയുന്നുണ്ട്, ഇനി അവളുടെ വായിലൊന്ന് കേക്ക് എടുത്ത് വെച്ചു കൊടുക്കാതെ നിൽക്കണ്ട, അവൾക്ക് ആവശ്യമുള്ളത് അവളെടുത്ത് കഴിച്ചോളും. അത് കേട്ടപ്പോൾ ഷാരി ഒരു കഷ്ണം കേക്ക് എടുത്ത് കഴിക്കുകയാണ്. ഷാരി അവിടെ ഉള്ളതുപോലെ എല്ലാവർക്കും തൃപ്തികരമല്ല എന്നുള്ളത് ഷാരിക്കടക്കം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ പട്ടിക്കൂട്ട് ഷാരി അവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടുത്തെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഷാരി കേക്കെടുത്തതിന് ശേഷം രൂപ പറയുന്നുണ്ട്, സരയു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണല്ലോ, എന്നിട്ട് അവൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റിയോ? അവളുടെ പേരിലായിരുന്നു ഒരു സമയത്ത് കമ്പനി, എന്നിട്ട് ആ കമ്പനി പോലും നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതേസമയം ദേ നോക്ക്, അവിടുത്തെ ക്യാൻറ്റീനിലെ ജോലിക്കാരിയായിട്ട് വന്നതാ കല്യാണി. ഇന്ന് മോള് 4 ആൾ അറിയുന്ന ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഷാരി ഒരു പരിഭവമില്ലാത്ത രീതി പറയുന്നുണ്ട്, അതൊക്കെ മോളുടെ ഭാഗ്യം. പിന്നെ സരയു മോള് മനുമോനെ കെട്ടിയ ശേഷം അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയാണല്ലോ, അതുകൊണ്ടാ മോള് ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാത്തത്. അത് കേട്ടപ്പോൾ സേനം കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഏത് വഴിക്കാ മോൾ അമേരിക്കയിലേക്ക് പോകുന്നേ? അപ്പം ഷാരി ഒഴികെ ബാക്കി എല്ലാവരും പരിഹാസത്തോടെ ചിരിക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, നേരിട്ട് അമേരിക്കയിലേക്ക് പോവുവച്ചാ, ഇടയ്ക്ക് കൊറിയയിൽ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സേനം കളിയാക്കിയിട്ട് പറയും, ആ അത് ശരിയാ, കൊറിയയിൽ ഇറങ്ങാനും ചാൻസ് ഉണ്ട്, കൊറിയയിൽ ഒരുപാട് ബിസിനസ് ഉള്ളതാ അല്ലേ? എല്ലാവരും പരിഹാസത്തോടെ ചിരിക്കുകയാണ്. ഷാരിക്ക് മാത്രമേ ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവന്മാരുടെയൊക്കെ ഒരു അസൂയ കണ്ടില്ലേ, എൻ്റെ മരുമോനെ അവിടെയൊക്കെ നിന്നേക്കാളും വലിയ ബിസിനസ്സാടാ. അത് കണ്ടിട്ട് രൂപ പറയുന്നുണ്ട്, വേണമെങ്കിൽ കുറച്ച് കേക്കിൻ്റെ പങ്ക് അവർക്കും കൂടി കൊണ്ടുപോയി കൊടുക്ക്. പെട്ടെന്ന് തന്നെ ഷാരി പറയുന്നുണ്ട്, ഏയ് ഇതൊന്നും അവർക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എന്നെ കണ്ടു കഴിഞ്ഞാലേ എൻ്റെ ഭർത്താവിന് പിരിയിളകും. അപ്പോൾ സേന കളിയാക്കിയിട്ട് പറയും, ആ അത് കൊള്ളാം, നീയും നിൻ്റെ ഭർത്താവും ഇനി പിരിഞ്ഞിരിക്കുന്നതാ നല്ലത്. അപ്പോൾ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഷാരി വിചാരിക്കുന്നുണ്ട്, ഞാനും എൻ്റെ ഭർത്താവും മോളും വിലസി നടന്ന വീടാ, അവിടെ ഇപ്പോൾ പണ്ട് ഇറക്കി വിട്ടവരൊക്കെ കയറി വന്ന് നിരങ്ങുവാ. ഇവരൊക്കെ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പം കിരൺ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. ആയിക്കോട്ടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്നിട്ട് സെൽഫി എടുക്കുമ്പോൾ ഷാരി അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. അപ്പോൾ യാമിനി വിളിക്കുന്നുണ്ട്, വാ ഇങ്ങോട്ട് വന്ന് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാമിനി വിളിച്ചതിൻ്റെ പേരിൽ മാത്രം ഷാരി പോയിട്ട് കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഷാരിയും കൂടെ ആ സെൽഫിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കല്യാണിയെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണ് TV മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. ഒരു സമയത്ത് ബാല്യത്തിൽ വെറും ഒരു പാൽക്കാരിയായിട്ടാണ് കല്യാണി ജീവിതം തുടങ്ങിയത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുട്ടിയാണ് കല്യാണി. ഇതൊക്കെ സരയു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട്. അത്തരം ഒരു ജീവിത സാഹചര്യമായിരുന്നു കല്യാണിക്ക് കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്നിരുന്നത്. ആ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഇന്ന് ലോകം അറിയപ്പെടുന്നൊരു നെറുകയിലെത്തിയത് കല്യാണി. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ എന്ന് ന്യൂസ് അവതാരിക വായിക്കുമ്പോഴേക്കും ദേഷ്യം അരിച്ച് കയറിയിട്ട് സരയു TV ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴേക്കും മനോഹർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? പെയിൻറ്റിങ്ങിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞ് അതിങ്ങനെ 4 നേരം TV കാണിക്കണമെന്നുണ്ടോ? ദേഷ്യത്തോടെ സരയു ചോദിക്കുകയാണ്. TV വെച്ച് കഴിഞ്ഞാൽ അവളെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നേ. സരയു ദേഷ്യത്തോടെ പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, ആ സമയത്തായിരിക്കും സരയു വേണമെങ്കിൽ TV ഓണാക്കിയത്. സരയും പറയുന്നുണ്ട്, അത് ശരിയാ, എൻ്റെ മനസ്സറിഞ്ഞതുപോലെയാ ദൈവങ്ങൾ ആ സമയത്ത് അവളെ TV-യിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോഴേക്കും സരയുവിൻ്റെ ഫോണിൽ ഷാരി വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആഘോഷം നടക്കുക എന്ന് പറഞ്ഞിട്ടാണ് സരയു ഫോൺ എടുക്കുന്നത്. ഒന്നും പറയണ്ട, ഇവിടെ ഭയങ്കര ആഘോഷം നടക്കുക, ഷാരി പറയുന്നുണ്ട്. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാവരും തമ്മിൽ ഭയങ്കര അടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ ഞാൻ റെക്കോർഡർ തന്നതല്ലേ, അതിൽ നിന്നെല്ലാം കേൾക്കാൻ കഴിയുമല്ലോ.
അപ്പോൾ ഷാരി പറയുന്നുണ്ട് അതൊക്കെ സൗകര്യത്തിലെടുത്തിട്ട് ഞാൻ കേട്ടോളാം, എന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ സരയും പറയുന്നുണ്ട് എല്ലാം ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, യാത്ര പുറപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മുടെ സംശയം ശരിയായി വന്നാൽ അച്ഛൻ്റെ രക്തം തിളപ്പിച്ച് അച്ഛനെ കൊണ്ട് ആ കുടുംബം തകർക്കണം. ഒക്കെ സമ്മതിച്ചതിന് ശേഷം ഷാരിയും പറയുന്നുണ്ട് ശരി മോളെ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. കോള് കട്ടായതിന് ശേഷം മനോഹറിനോട് പറയുന്നുണ്ട് അവിടെ കേക്ക് മുറിയോ ആഘോഷമൊക്കെ നടക്കുവാണെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട് മോളുടെ ആൻറ്റി നിങ്ങളെയൊക്കെ തേക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ സരയു പ്രതികാരത്തോടെ പറയുന്നുണ്ട് അങ്ങനെ തേക്കുവാണെങ്കിൽ അച്ഛനെ കൊണ്ട് ആ കുടുംബം മുഴുവൻ ഞാൻ കത്തിക്കും മനുവേട്ടാ. ഇപ്പോൾ അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ഒരു വ്യക്തിയാണ്. മെൻ്റലായ ഒരാൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കോടതിയിൽ വരുമ്പോൾ ഇളവ് കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ആ അത് ശരിയാ. അപ്പോൾ സരയു പറയാ എൻ്റെ ആൻറ്റി ചെയ്യുന്നത് വെറും ഒരു നാടകം മാത്രമാണെങ്കിൽ എൻ്റെ അച്ഛൻ എത്ര വില കൊടുത്തും അവരുടെ സ്വസ്ഥമായ ജീവിതം നശിപ്പിക്കും. അവർ ജീവിതകാലം മുഴുവൻ കരയാനുള്ള കാരണം അച്ഛനുണ്ടാക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മനോഹർ ചോദിക്കുന്നുണ്ട്. അത് വേണം മനുവേട്ടാ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാം അച്ഛനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാന്ന്. കൂടെ അമ്മയും കൂട്ടാം. പിന്നെ ഒറ്റത്തടിയ അച്ഛൻ, നമുക്ക് അവിടെ ഇരുന്ന് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കാം അച്ഛൻ്റെ കൂടെ. അപ്പം മനോഹർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിരണും അവൻ്റെ അച്ഛനും ഒക്കെ ഭീകരന്മാരാ, അത് മറികടന്നുകൊണ്ട് മോളുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശരി അഹങ്കാരത്തോടെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് മനുവേട്ടൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ പകുതി സ്വത്ത് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എല്ലാം പോയി എന്നറിയുമ്പോൾ രൂപ എന്ന പെങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ടാ എൻ്റെ ആൻറ്റി ഉൾപ്പെടെയുള്ളവർ സത്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. ആ അതിനുള്ള സാധ്യതയുണ്ട് മനോഹറും പറയാണ്. എന്തായാലും അമ്മ റെക്കോർഡർ വെച്ച് കേട്ടിട്ട് സത്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയുന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പോൾ അച്ഛന് നേരിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ആൻറ്റി ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും സന്തോഷിക്കട്ടെ. അതിൻ്റെ അവസാനം നമ്മളായിരിക്കും ചിരിക്കാൻ പോകുന്നത്, നോക്കിക്കോ. അത്ര അഹങ്കാരത്തോടെയും കോൺഫിഡൻസോടും കൂടി പറഞ്ഞിട്ടാണ് സരയു അവിടുന്ന് പോകുന്നത്. അവൾ പോയതിന് ശേഷം മനോഹർ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ലതാ. അപ്പോൾ എൻ്റെ നേരെയുള്ള ശ്രദ്ധ കുറയും. എങ്കിലും ഇവൾ അമേരിക്ക എന്ന് പറയുന്നതാ സഹിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി കുറച്ച് സ്വർണം തട്ടിയെടുക്കണം, എന്നിട്ട് വേണം അടുത്ത കല്യാണം നടത്താൻ. അതിനുണ്ടല്ലോ ചെലവ്. മനോഹറിൻ്റെ സങ്കടം അതാണ്. അതേസമയം കിരണും കല്യാണിയും കൂടെ യാമിനിയോട് പറയുന്നുണ്ട് യാമിനി ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അടുക്കള പണി ചെയ്തില്ലെങ്കിലും അവരെ ശ്രദ്ധിച്ചോളണം. അപ്പോൾ യാമിനി പറയുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് സാറേ, മാത്രമല്ല മനം മടുപ്പിച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, അമ്മയ്ക്കൊരു വിഷമവും വരാൻ പാടില്ല. അപ്പോൾ അവർ വാക്ക് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കില്ല. പിന്നെ പാചകമൊക്കെ ചെയ്യുന്നത് ഞാനാണല്ലോ, അവളെ കൊണ്ട് തൊടിയിക്കുക പോലും ഇല്ല, അതുകൊണ്ട് ഭക്ഷണത്തിൽ കൃത്രിമമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും സേനൻ്റെ രൂപയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടപ്പം കിരൺ പറയുന്നുണ്ട് ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ഞാൻ യാമിനി ചേച്ചിയോട് പറയുമായിരുന്നു. അത് കേട്ടപ്പം സേനൻ പറയുന്നുണ്ട് ഈ വീടിനകത്തേക്ക് കയറിയിട്ട് അവൾ വലിയ സാഹസമൊന്നും കാണിക്കാൻ പോവില്ല. അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ, നമ്മളെല്ലാം ഈ കാണിക്കുന്ന സ്നേഹം നാടകമാണെന്ന അവരുടെ വിശ്വാസം. എന്നാൽ ഈ നാടകം സത്യമല്ലെന്ന് അവർക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് സരയും അവളുടെ അച്ഛനും ആയിരിക്കും. പക്ഷേ രൂപ പറയുന്നുണ്ട് എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, പക്ഷെ പിന്നെ ഞാൻ സ്നേഹിക്കുന്നവരെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുള്ളൂ. അപ്പം കിരൺ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഇവിടുന്ന് പുറത്താക്കണം അമ്മേ, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ യാമിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ഇവിടെ നിന്നൊന്നും സംസാരിക്കണ്ട സാറേ, മറഞ്ഞു നിന്ന് കേൾക്കാൻ മിടുക്കിയ, കേട്ടിട്ടേ ചൂടാറുന്നതിന് മുമ്പേ മോളെയും ഭർത്താവിനെയും ധരിപ്പിക്കും. അപ്പോൾ സേനനും ചെറുതായിട്ട് പേടിയാവുകയാണ്. എന്തായാലും നീ ശ്രദ്ധിക്കണം, രൂപയോട് പറയാണ് ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്ക്, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടേക്ക് പോരണം, അവിടെ നിൽക്കാലോ. അപ്പോൾ രൂപ പറയുന്നുണ്ട് അങ്ങനെ വരാൻ പറ്റില്ല ചന്ദ്രേട്ടാ, വന്നാൽ അവളും കൂടെ വരും. അപ്പോൾ സേനൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലോട്ടൊന്നും വരാൻ പോകുന്നില്ല, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അപ്പോൾ രൂപ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വരുന്നുണ്ട് ചന്ദ്രേട്ടാ, എനിക്ക് ആൽബിയെ ഒന്ന് കാണണം. ഇപ്പോൾ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്, സേനൻ പറയുന്നുണ്ട്. എന്തായാലും സൂക്ഷിക്കണം കേട്ടോ എന്ന് രൂപയ്ക്ക് അവസാനമായിട്ടൊന്നുകൂടെ ഉപദേശം കൊടുത്തിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അവർ 3 പേരും അവിടുന്ന് യാത്രയാകുന്നത് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് രൂപയും യാമിനിയും നോക്കി നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ഷാരി നിൽക്കുന്നുണ്ട്. അടുത്തത് പിന്നെ നേരെ ഓഫീസിൽ നിന്നുള്ള കേക്ക് കട്ടിങ് ആയിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യും, എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹരിയേട്ടൻ പറയുന്നുണ്ട് ഈ ഓഫീസിലെ ഒരു ക്യാൻറ്റീനിലെ ജോലിക്കാരിയായിട്ടായിരുന്നു കല്യാണിയുടെ ആദ്യത്തെ വരവ്. അവിടെ നിന്ന് ഒരുപാട് വളർന്നു. അന്ന് കമ്പനിയുടെ MD ആയിരുന്ന കിരൺ സാറിൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നു.
അതിനുശേഷം അതിലും വളർന്ന് നമ്മുടെ നാടുകളിൽ നിന്നും മാറി വിദേശ രാജ്യങ്ങളിൽ പോലും വളരെയേറെ വിലയുള്ള ഒരു വലിയ പെയിൻറ്ററായി കല്യാണി മാറിയെങ്കിൽ അത് കല്യാണിയുടെ കഠിനാധ്വാനവും പിന്നെ കിരൺ സാറിൻ്റെ സപ്പോർട്ടുമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ കിരണും കല്യാണിയും നിറഞ്ഞ സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ്. അപ്പം ഹരിയേട്ടൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ തൊഴിലാളികൾക്ക് നേരെ മുഖം തിരിക്കുന്ന MDമാരല്ല നമുക്കുള്ളത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന 2 MDമാരാണ് നമുക്കുള്ളത്. അതാണ് ഈ കമ്പനിയുടെ വളർച്ചയും ഉയർച്ചയും ഒക്കെ. അപ്പോൾ രതീഷും കാദംബരി ഉൾപ്പെടെ എല്ലാവരും അത് കേട്ട് നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. അത് കേട്ട സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഹരിയേട്ടൻ ഞങ്ങളെ മാത്രം പുകഴ്ത്തണ്ട, ഞങ്ങളൊക്കെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തിനു മുൻപേ കമ്പനി നിലനിർത്തിക്കൊണ്ട് പോയത് ഹരിയേട്ടനെ പോലെ ജോലി ചെയ്യുന്ന സത്യസന്ധരായ ആൾക്കാരാ. സത്യത്തിൽ ഇതുപോലൊരു സൂപ്പർവൈസറാണ് ഈ കമ്പനിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോഴേക്കും ഹരിയേട്ടൻ പുഞ്ചിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ. അങ്ങോട്ടേക്ക് മാഗ്നയും വരുന്നുണ്ടായിരുന്നു. മാഗ്ന അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി, കല്യാണിയും കിരണും കൂടി മാഗ്നയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ ഞാനൊരു പുതിയ സ്റ്റാഫിനെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് മാഗ്ന. നാളെ മുതൽ ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരിക്കും മാഗ്ന. അപ്പോൾ എല്ലാവരും അത് കൈയടിച്ച് അംഗീകരിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ ഒരു MD മാത്രമല്ല കല്യാണി, ഈ ലോകം അറിയുന്ന ഒരു കലാകാരി കൂടിയാണ്. ഇത്രയും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ കല്യാണിക്ക് എൻ്റെ വകയായി ഒരു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വൗച്ചറിൻ്റെ ഒരു ബോക്സ് കൊടുക്കുകയാണ് കല്യാണിക്ക്. അപ്പം കല്യാണി സ്നേഹത്തോടെ അത് വാങ്ങിക്കുമ്പോൾ രതീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഇത് വീട്ടിൽ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം കിരൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വീട്ടിൽ വെച്ച് കൊടുത്താൽ ശരിയാവില്ല രതീഷേ, ഇത് നിങ്ങൾ കമ്പനി സ്റ്റാഫ്സിൻ്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വേണം കല്യാണിക്ക് കൊടുക്കാൻ. കാരണം നമ്മുടെ കമ്പനിക്ക് വേണ്ടി വരച്ച പെയിൻറ്റിങ്ങുകളാണ് ഞാൻ വിദേശ ഫെസ്റ്റിവലുകളിലേക്ക് അയച്ചത്. അതാണിന്ന് ഇവൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിനുവേണ്ടി സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാവണം. അപ്പോൾ സന്തോഷത്തോടു കൂടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് കല്യാണി മാഗ്നയും കാദംബരിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അവരവിടുന്ന് പോയതിനു ശേഷം കിരൺ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഈ കമ്പനിയിൽ ഇന്ന് കരടായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്കുണ്ടാകുന്ന നേട്ടത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് എതിരാളികൾ ഇല്ലാതായെങ്കിലും അതിനു കാരണം ഈ കമ്പനിയിലെ ഓരോ സ്റ്റാഫ്സിൻ്റെയും ആത്മാർത്ഥതയും അച്ചടക്കത്തോടു കൂടിയുള്ള പ്രവർത്തനവുമാണ്. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇനിയും അത് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അത് അംഗീകരിക്കുകയാണ്. ഈ സന്തോഷത്തിന് ഉച്ചയ്ക്ക് ഒരു നല്ല ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ സ്ഥാപകരായ എൻ്റെ അച്ഛനും അമ്മയും അവരും കൂടെ പങ്കെടുക്കുന്ന ഒരു ലഞ്ച്. അപ്പോൾ എല്ലാവരും അത് കൈമുട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്യാബിനിലെത്തിയ ശേഷം കല്യാണി കാദംബരിയോടായിട്ട് പറയുകയാണ്, മാഗ്നയ്ക്ക് കമ്പ്യൂട്ടർ കുറച്ചൊക്കെ അറിയാം, പക്ഷേ പ്രാക്ടീസ് കുറവാണ്. ചേച്ചി വേണം എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാൻ. കാദംബരി അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, പിന്നെ ഓഫീസ് വർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം മാഗ്ന പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ചേച്ചി എത്രമാത്രമാണ് ബുദ്ധിമുട്ടുന്നത്. അപ്പം കല്യാണി ഒന്ന് ചെറുതായിട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എന്തായിരുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് കാദംബരി ചേച്ചിയോട് ചോദിക്കണം. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ 3/4 പങ്കും കണ്ണീരായിരുന്നു. ഈ കമ്പനിയുടെ ക്യാൻറ്റീൻ ജീവനക്കാരിയായി വന്നതിന് ശേഷമാണ് ഒരു ചെറിയ മാറ്റമുണ്ടായത്. അതൊക്കെ മാഗ്നയ്ക്ക് പുതിയ പുതിയ അറിവുകളും അത്ഭുതമായിരുന്നു. അപ്പം കാദംബരി പറയുന്നുണ്ട്, പിന്നെ കിരൺ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം ചെറിയ മാറ്റങ്ങളൊന്നുമല്ല, ശരിക്കും കല്യാണി ജീവിച്ചു തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പം മാഗ്ന പറയുന്നുണ്ട്, എന്നാലും ചേച്ചി കണ്ടതാണല്ലോ എൻ്റെ വീട്ടുകാർ പോലും എന്നെ തള്ളിക്കളഞ്ഞത്. അപ്പം കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ മാഗ്നയെ സ്വന്തം വീട്ടുകാർ തല്ലിക്കളഞ്ഞാലും എനിക്കോ കിരണേട്ടനോ അതിന് കഴിയില്ല. ഇതുവരെയും ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ഷോക്കിലായിരുന്നതുകൊണ്ട് ഞാൻ മാഗ്നയോട് ഒരു സത്യം പറഞ്ഞിട്ടില്ല. മാഗ്ന ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ മാഗ്നയുടെ അർജുനേട്ടന് ശത്രുക്കളൊന്നും ഇല്ലയെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മാഗ്നയുടെ വീട്ടുകാരാണെന്ന്. മാഗ്ന ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പം കല്യാണി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നാൽ അവരാരുമല്ല കൊലപാതകം നടത്തിയത്. എന്താ കല്യാണി പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയോട് കൂടിയാണ് മാഗ്ന ഇരിക്കുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതൊരു തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ? അപ്പം കല്യാണി പറയുന്നുണ്ട്, അന്ന് യഥാർത്ഥത്തിൽ വെട്ടേൽക്കേണ്ടിയിരുന്നത് സോണിയുടെ ഭർത്താവിനായിരുന്നു. അപ്പം മാഗ്ന ഇങ്ങനെ ഷോക്കായിട്ട് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അന്നേ ദിവസം ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണല്ലോ വെട്ടേറ്റത്. ആ ദിവസം എനിക്കൊപ്പമാണ് സോണി ടെക്സ്റ്റൈൽസിൽ വന്നത്. കല്യാണി ആ ദിവസം അർജുന് വെട്ടേറ്റത് വീണ്ടും ഓർത്തെടുക്കുകയാണ്. അവർ രണ്ടുപേരുടെയും ഡ്രസ്സ് മഞ്ഞ ആയതുകൊണ്ട് ഒരുപക്ഷെ ആൾ മാറി അർജുന് വെട്ടേറ്റതാണെന്നാണ് ഞങ്ങളുടെ സംശയം. മേഘ കണ്ണീരോടുകൂടിയാണ് കേട്ട് നിൽക്കുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, മാഗ്ന, എല്ലാത്തിനും ഞാൻ സാക്ഷിയാ, അന്ന് നടന്ന സംഭവത്തിനും അതിനുശേഷം നടന്ന സംഭവങ്ങൾക്കും. മാഗ്ന വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പം കല്യാണി പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി മാഗ്നയെ നന്നായി നോക്കേണ്ടത് എൻ്റെ കടമയാണ്. മാഗ്നയുടെ ഭാവി, മാഗ്നയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാവി, ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് വിട്ടേക്ക്.
അപ്പം മേഘ്ന കണ്ണീരോടെ കേട്ട് നിൽക്കുവാണ്. അപ്പം കല്യാണി പെട്ടെന്ന് വിഷയം മാറ്റാണ്. പിന്നെ ഇന്ന് അത്യാവശ്യം പർച്ചേസൊക്കെ നടത്തണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, വണ്ടി പുറത്തുണ്ട്, മേഘ്ന പോയിക്കോളൂ. ആ പിന്നെ ടെക്സ്റ്റൈൽസിൽ കിരണേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബില്ല് കിരണേട്ടൻ പേ ചെയ്തോളും. ദേ പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ, ഞങ്ങളാണ് വാങ്ങിത്തരുന്നതെന്ന് കരുതി പിശുക്കൊന്നും കാണിക്കേണ്ട. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തോളണം. പുഞ്ചിരിച്ചുകൊണ്ടാണ് കല്യാണി പറയുന്നത്. പക്ഷേ മേഘ്ന നേരത്തെ ആ ഷോക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, മേഘ്ന അറിയാത്തൊരു കാര്യം കൂടി അറിഞ്ഞപ്പോൾ ഷോക്ക്ഡായോ? പക്ഷേ മേഘ്ന പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു അങ്ങനെ എന്തോ സംഭവിച്ചതാണെന്ന്. അല്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു തെറ്റും എൻ്റെ അർജുനേട്ടൻ ചെയ്തിട്ടില്ല. അപ്പം കല്യാണി പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, സമയം മോശമാവുമ്പോൾ അങ്ങനെ പലതും നമ്മളെ വേട്ടയാടാൻ വരും. ഒരുപാട് തവണ എന്നെയും കിരണേട്ടനെയും സോണിയെയും വരെ കൊല്ലാൻ ശ്രമിച്ചതാ പലരും. എന്നിട്ടും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ആയുസിൻ്റെ ബലം കൊണ്ടാ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മേഘ്ന കണ്ണീര് തുടച്ചുകൊണ്ട് പറയാണ്, ഞാൻ പോയിട്ട് വരാം ചേച്ചി. എന്നിട്ട് ആ കുട്ടി അവിടുന്ന് കണ്ണീരോടെ എണീറ്റ് പോവുകയാണ്. അതിനുശേഷം കാദംബരിയോടായിട്ട് കല്യാണി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, മേഘ്നയെ നന്നായിട്ട് നോക്കിക്കോണം, ഒന്നിനും ഒരു കുറവും അവൾക്കുണ്ടാവരുത്. കാദംബരി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.